ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം പ്രൊപ്പോസിഷൻ 1.3.5 ആണ്. അപ്പോൾ തന്നിട്ടുള്ള പ്രൊപ്പോസിഷൻ എന്താണെന്ന് നോക്കാം. ഗാമ ഓഫ് ടി ഇസ് എ റെഗുലർ കർവ്. ഇറ്റ്സ് ആർക്ക് ലെങ്ത് സ്റ്റാർട്ടിംഗ് അറ്റ് എനി പോയിന്റ് ഓഫ് ഗാമ ഇസ് എ സ്മൂത്ത് ഫംഗ്ഷൻ ഓഫ് ടി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഗാമ ഒരു റെഗുലർ കർവ് ആണ് എന്ന് വെച്ചാൽ ഗാമ ഡോട്ട് നോട്ട് ഈക്വൽ ടു 0 ആണ് ഫോർ ഓൾ ടി ഇൻ ദ ഡൊമെയിൻ. അങ്ങനെയെങ്കിൽ ആർക്ക് ലെങ്ത് എസ് എന്ന് പറയുന്ന ആർക്ക് ലെങ്ത് നമ്മൾ എസ് ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ ടി നോട്ട് ടു ടി നോം ഓഫ് ഗാമ ഡോട്ട് ഓഫ് ടി ഡി ടി എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതെന്ന് പറയുന്നത് അതിപ്പോ ഈ ടി നോട്ടിൽ തുടങ്ങുമ്പോൾ ഉള്ള കാര്യമാണ്. ടി നോട്ടിലല്ല ഏതൊരു പോയിന്റിലാണെങ്കിലും നിങ്ങളുടെ ഗാമയുടെ ഇതിൽ തുടങ്ങിക്കോട്ടെ. അങ്ങനെയെങ്കിൽ ആ എസ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ടി ആണെന്ന് അറിയാം. വെറും ഫംഗ്ഷൻ ഓഫ് ടി അല്ല, സ്മൂത്ത് ഫംഗ്ഷൻ ഓഫ് ടി എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ സ്മൂത്ത് ഫംഗ്ഷൻ ഓഫ് ടി ആണെന്ന് കാണിക്കണമെങ്കിൽ എന്താ, അയാളുടെ എല്ലാ ഓർഡർ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം എഴുതി. നമ്മുടെ എസ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ ടി നോട്ട് ടു ടി നോം ഓഫ് ഗാമ ഡോട്ട് ഓഫ് ടി ഡി ടി ആണ്. അവിടുന്ന് തന്നെ ഫണ്ടമെന്റൽ തിയറം യൂസ് ചെയ്തിട്ട് നമ്മൾ പറയും ഡി എസ് ബൈ ഡി ടി ആരാണ്, നോം ഗാമ ഡോട്ട് ഓഫ് ടി ആണ് എന്ന് പറയും. ഇനി നമ്മളിവിടെ അസ്യൂം ചെയ്യുക ജസ്റ്റ് ഗാമ ഒരു പ്ലെയിൻ കർവ് ആണെന്ന്. ഇനിയിപ്പോൾ പ്ലെയിൻ കർവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗാമ ഓഫ് ടിയുടെ കമ്പോണൻസ് ഇൻക്രീസ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി രണ്ട് കമ്പോണൻസിൽ എന്താണെന്ന് നോക്കിയാൽ അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഏതൊരു കർവിനും എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്യുന്നു ഇനി മുതൽ ഗാമ പ്ലെയിൻ കർവ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഗാമ പ്ലെയിൻ കർവ് ആയതുകൊണ്ട് തന്നെ ഗാമ ഓഫ് ടിനെ നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് വെച്ച് റിപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് യു ഓഫ് ടി ആൻഡ് വി ഓഫ് ടി. വേർ യുവും വിയും എന്താണ്, സ്മൂത്ത് ഫംഗ്ഷൻസ് ഓഫ് ടി ആണ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഗാമ ഡോട്ട് ഓഫ് ടി കമ്പോണന്റ് വൈസ് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെ. യു ഡോട്ട് ഓഫ് ടി വി ഡോട്ട് ഓഫ് ടി. Then what is norm of gamma dot of t? It is root of u dot square plus v dot square. സോ നമ്മൾ നേരത്തെ എഴുതി വെച്ചതിൽ നിന്ന് നമുക്ക് പറയാൻ കിട്ടുക ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് യു ഡോട്ട് സ്ക്വയർ പ്ലസ് വി ഡോട്ട് സ്ക്വയർ ആണെന്ന്. ഇനി ഒരു കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണ്, എസ് ഒരു സ്മൂത്ത് ഫംഗ്ഷൻ ഓഫ് ടി ആണ്. അതായത് എസിന്റെ എല്ലാ ഓർഡർ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ കണ്ടു ഡി എസ് ബൈ ഡി ടി എക്സിസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ടി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ എല്ലാ ഓർഡേഴ്സും എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഫംഗ്ഷന്റെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നത് നമുക്ക് ചെയിൻ റൂൾ യൂസ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനെ തന്നെ നമ്മൾ രണ്ട് ഇതിന്റെ കോമ്പോസിഷൻ ആക്കിയിട്ട് എഴുതും. എന്നിട്ട് ഈ ഓരോ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണെന്ന് പറയും. അപ്പൊ പിന്നെ കോമ്പോസിഷൻ ആയിട്ട് കിട്ടുന്ന ആളും എന്ത് തന്നെ ആയിരിക്കണം, അല്ല കണ്ടിന്യൂസ് അല്ല സ്മൂത്ത് ആണ് എന്ന് പറയും. ഓക്കെ, കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിളും ആണ്. അതായത് എല്ലാ ഓർഡേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നവരാണ് ഈ രണ്ട് തന്നെയുള്ള ഫംഗ്ഷൻസ് എന്ന് കാട്ടും. സോ നമുക്ക് എഫും സ്മൂത്ത് ജിയും സ്മൂത്ത് ആണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജി നമുക്ക് എന്താണെന്ന് പറയാം, സ്മൂത്ത് ആണ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇവിടെ അകത്ത് വന്നിരിക്കുന്നത് റൂട്ട് ആയിട്ടുള്ള ആളാണ്. അപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ആണ് എന്ന് എടുത്തു. എഫ് ഓഫ് എക്സ് റൂട്ട് എക്സ് ആണ്, ഡൊമെയിൻ 0 ഇൻഫിനിറ്റി ആണ് എന്ന് എടുത്തു. അങ്ങനെയെങ്കിൽ ഡി എഫ് ബൈ ഡി എക്സ് നിങ്ങൾക്ക് 1/2 റൂട്ട് എക്സ് ആണെന്ന് എടുക്കാം. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇവിടെ നിന്ന് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കണം. ഈ ഫോർമുലയിൽ ഈ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ൽ നിന്ന് വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കുക. dn of f by dx raised to n equal to minus 1 raised to n minus 1 1 into 3 into 5 into etc into 2n minus 3 by 2 raised to n into x raised to minus of 2n minus 1 by 2. അപ്പൊ n ഈക്വൽ ടു 2ന് നമുക്ക് നോക്കുമ്പോൾ ഈ റിസൾട്ട് ട്രൂ ആണ്. അതായത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഇവിടെ എന്നിന് 2 കൊടുത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ട്രൂ ആണ് എന്ന് കിട്ടും. ഇനി നമ്മൾ സപ്പോസ് ചെയ്യും റിസൾട്ട് ട്രൂ ഫോർ n ഈക്വൽ ടു k മൈനസ് 1 ആണ്. അപ്പൊ നമുക്ക് കെക്ക് ഈ റിസൾട്ട് ട്രൂ ആണ് എന്ന് നമ്മൾ കാണിക്കണം. അപ്പൊ ഈ എന്നിനൊക്കെ പകരം ഇവിടെ കെ കിട്ടുന്ന ആ റിസൾട്ടിലേക്ക് നമുക്ക് എത്തണം. അപ്പൊ ഡി കെ എഫ് ബൈ ഡി എക്സ് റേസ് ടു കെ എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് അല്ലെ. കെ മൈനസ് 1 ഡെറിവേറ്റീവിനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നത്. അപ്പം നമ്മൾ ഡി ബൈ ഡി എക്സ് എഴുതി, പിന്നെ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. യൂഷ്വലി നിങ്ങൾ എക്സിനെ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക പറഞ്ഞാൽ അതേപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡക്ഷൻ വെച്ചിട്ട് ഈ റിസൾട്ട് ട്രൂ ആണെന്ന് കാണിക്കാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ഈ വാല്യൂ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്.
അത് ഈ വാല്യൂനോടാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി യുവും അപ്പം നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ എഫ് ഓഫ് എക്സ് ഒരു സ്മൂത്ത് ഫംഗ്ഷൻ ആണെന്ന്. സിമിലർലി യുവും വിയും സ്മൂത്ത് ഫംഗ്ഷൻസ് ഓഫ് ടി ആയതുകൊണ്ട് തന്നെ യു ഡോട്ടും വി ഡോട്ടും എഗെയിൻ സ്മൂത്ത് ഫംഗ്ഷൻസ് ഓഫ് ടി ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? യുവും വിയും സ്മൂത്ത് ഫംഗ്ഷൻസ് ഓഫ് ടി പറയുമ്പോൾ ഡി യു ബൈ ഡി ടി, ഡി സ്ക്വയർ യു ബൈ ഡി ടി സ്ക്വയർ, ഡി ക്യൂബ് യു ബൈ ഡി ടി ക്യൂബ്, അങ്ങനെ എല്ലാവരും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ യു ഡോട്ടിന്റെ ആ എന്താ പറയാ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിരിക്കും യുവിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിട്ട് വരിക. അത്രയല്ലേ വ്യത്യാസങ്ങളുള്ളൂ. യുവിന് എല്ലാ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഡോട്ടിന് എല്ലാ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ യു ഡോട്ട് സ്ക്വയറിനും എല്ലാ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയാം. നിങ്ങൾ അവിടെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് ഡെറിവേറ്റീവ് കാണണമെന്നേ ഉള്ളൂ. അപ്പോൾ യു ഡോട്ട് സ്ക്വയറിന് എല്ലാ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, വി ഡോട്ട് സ്ക്വയറിന് എല്ലാ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ യു ഡോട്ട് സ്ക്വയർ പ്ലസ് വി ഡോട്ട് സ്ക്വയറിന് എന്താവും? എല്ലാവർക്കും ഡെറിവേറ്റീവ്സ്, എല്ലാ ഓർഡർ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അഥവാ യു ഡോട്ട് സ്ക്വയർ പ്ലസ് വി ഡോട്ട് സ്ക്വയർ നിങ്ങൾക്ക് എന്താണെന്ന് പറയാം? സ്മൂത്ത് ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് റൂട്ട് എക്സും പിന്നെ യു ഡോട്ട് സ്ക്വയർ പ്ലസ് വി ഡോട്ട് സ്ക്വയർ സ്മൂത്ത് ആവുമ്പോൾ നിങ്ങളുടെ ഡി എസ് ബൈ ഡി ടിനെ നിങ്ങൾക്ക് എഫ് ഓഫ് യു ഡോട്ട് സ്ക്വയർ പ്ലസ് വി ഡോട്ട് സ്ക്വയർ എന്ന് എഴുതുന്നതിൽ തെറ്റില്ല. അത് എന്തുകൊണ്ടാണ് എഴുതാൻ പറ്റിയത് എന്ന് വെച്ചാൽ ഈ അകത്തുള്ള യു ഡോട്ട് സ്ക്വയർ പ്ലസ് വി ഡോട്ട് സ്ക്വയർ നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സിന്റെ ഡൊമെയിൻ ഓപ്പൺ 0 ഇൻഫിനിറ്റി ആണ്. ആ ഡൊമെയിനിലെ പോയിന്റ് തന്നെ ആയിരിക്കുമല്ലോ ഇതും. കാരണം നിങ്ങളുടെ ഗാമ ഓഫ് ടി റെഗുലർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും തന്നെ നോമ 0 വരില്ല. അഥവാ യു ഡോട്ട് സ്ക്വയർ പ്ലസ് വി ഡോട്ട് സ്ക്വയർ എപ്പോഴും നിങ്ങൾക്ക് നോൺ 0 ആണ്. രണ്ടും സ്ക്വയർ ആയതുകൊണ്ട് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. എന്ന് വെച്ചാൽ ഈ ക്വാണ്ടിറ്റി എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എഴുതുന്നതിൽ തെറ്റൊന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇതും സ്മൂത്ത് ആണ്, എഫും സ്മൂത്ത് ആണ്. സോ കോമ്പോസിഷൻ സ്മൂത്ത് ആണ്. അഥവാ എസ് അപ്പൊ ഡി എസ് ബൈ ഡി ടി സ്മൂത്ത് ആണ് എന്ന് പറയും. പിന്നെ നിങ്ങൾക്ക് അപ്പൊ പറയാനായിട്ട് പറ്റുക എസ് ഇറ്റ് സെൽഫ് എന്താണെന്ന് പറയാം? നിങ്ങൾക്ക് സ്മൂത്ത് ആണ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഡി എസ് ബൈ ഡി ടി എസിന്റെ ഡി എസ് ബൈ ഡി ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. ഇനി ബാക്കിയുള്ള ഹയർ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് ഡി എസ് ബൈ ഡി ടി സ്മൂത്ത് ആണ് എന്ന് പറയുന്ന കാര്യം. സോ നിങ്ങൾക്ക് മൊത്തത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് എസ് ഇറ്റ് സെൽഫ് ഒരു സ്മൂത്ത് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി നമ്മളെ റീപാരാമെട്രൈസേഷൻ പഠിച്ചിരുന്നു. റീപാരാമെട്രൈസേഷന്റെ ഉദ്ദേശം തന്നെ നമ്മളവിടെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് യൂണിറ്റ് സ്പീഡ് കർവാണെങ്കിൽ നമ്മുടെ പാരാമെട്രൈസേഷൻ അല്ലെങ്കിൽ യൂണിറ്റ് സ്പീഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കർവിനെ കുറിച്ച് പഠിക്കാൻ കുറച്ചും കൂടി ഈസി ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴൊക്കെയാണ് ഒരു കർവിന് എന്താ പറയുക യൂണിറ്റ് സ്പീഡ് ആക്കാനായിട്ട് എങ്ങനെയെങ്കിലും റീപാരാമെട്രൈസ് ചെയ്യാനായിട്ട് പറ്റുമോ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ് നെക്സ്റ്റ് ഒരു പ്രൊപ്പോസിഷൻ പറയുന്നത്. ഓക്കെ, എ പാരാമെട്രൈസ്ഡ് കർവ് ഹാസ് എ യൂണിറ്റ് സ്പീഡ് റെപ്രസെന്റേഷൻ if and only if it is regular. ഓക്കെ, ഒരു പാരാമെട്രൈസ്ഡ് കർവ് യൂണിറ്റ് സ്പീഡ് റീപാരാമെട്രൈസേഷൻ ആണെന്ന് പറയണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആ കർവ് എന്തായിരിക്കണം? റെഗുലർ ആയിരിക്കണം. അപ്പൊ നമുക്കിവിടെ രണ്ട് പാർട്ടായിട്ട് എടുത്താണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്ന്, ഒരു കർവ് ഗാമയുണ്ട് ആൽഫ ബീറ്റേന്ന് RNലേക്ക് പാരാമെട്രൈസ്ഡ് ആയിട്ടുള്ള കർവ്. അതിന്റെ യൂണിറ്റ് സ്പീഡ് റീപാരാമെട്രൈസേഷൻ ആണ് ഗാമ ടിൽഡ എങ്കിൽ you have to show gamma is regular. ഓക്കെ, അതായത് ഡി ഗാമ ബൈ ഡി ടി റെഗുലർ ആണ് എന്ന് കാണിക്കാം. ഇനി അതുപോലെ തിരിച്ചും ഗാമ റെഗുലർ ആണെങ്കിൽ ഗാമയെ നമുക്ക് റീപാരാമെട്രൈസ് ചെയ്ത് ഒരു യൂണിറ്റ് സ്പീഡ് റീപാരാമെട്രൈസേഷൻ പോസിബിൾ ആണ്. അതായത് അതിനിപ്പോൾ നിങ്ങൾ ഗാമ ടിൽഡയ്ക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അയാളുടെ ഡി ഗാമ ടിൽഡ ബൈ ആ വേരിയബിൾ റീപാരാമെട്രൈസ് ചെയ്യുന്ന വേരിയബിൾ എന്തായിരിക്കണം? നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ, അതായത് ഗാമ ടിൽഡ ഡോട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് അയാളുടെ നോമ 1 ആണെന്നാണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ പാർട്ടിലേക്ക് കടക്കാം. അപ്പൊ ഗാമ എടുത്തു, ആൽഫ ബീറ്റേന്ന് RNലേക്ക് ഒരു പാരാമെട്രൈസ്ഡ് കർവാണ്. ഗാമ ടിൽഡ ഒരു യൂണിറ്റ് സ്പീഡ് റീപാരാമെട്രൈസേഷൻ ഓഫ് ഗാമയാണ്. ആ റീപാരാമെട്രൈസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതായത് ആൽഫ ബീറ്റേന്ന് ഇപ്പൊ നിങ്ങൾ ആൽഫ ടിൽഡ ബീറ്റ ടിൽഡയിലേക്ക് റീപാരാമെട്രൈസ് ചെയ്യുന്ന ബൈജക്റ്റീവ് മാപ്പ് ഫൈ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ലെറ്റ് ടി ഈക്വൽ ടു ഫൈ ഓഫ് ടി ടിൽഡ ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ എന്താ പറയുക റീപാരാമട്രൈസേഷന്റെ ഡെഫിനിഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കാം ഗാമ ടിൽഡ ഓഫ് ടി ടിൽഡ ഈക്വൽ ടു ഗാമ ഓഫ് ടി ആണ്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുന്നത് എന്താ വെച്ചാൽ ഗാമ ടിയുടെ ഫംഗ്ഷനാണ്, ടി ടി ടിൽഡയുടെ ഫംഗ്ഷനാണ്. അപ്പം നിങ്ങളിവിടെ എന്താ പറയുക ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഡി ഗാമ ടിൽഡ ബൈ ഡി ടിൽഡ ഈസ് ഈക്വൽ ടു ഡി ഗാമ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി ടിൽഡ. രണ്ട് സൈഡും നോം എടുക്കുക, കാരണം നമുക്ക് കാണിക്കേണ്ടത് യൂണിറ്റ് സ്പീഡ് റീപാരാമട്രൈസേഷൻ ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കേണ്ടത് ഡി ഗാമ ബൈ ഡി ടി നോൺ സീറോ ആണെന്ന്. അതിനുവേണ്ടി രണ്ട് സൈഡും നോം എടുക്കുക. അപ്പൊ നോം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് നോം ഇതൊരു സിംഗിൾ വേരിയബിൾ ഉള്ള ഫംഗ്ഷനാണ്, സോ മോഡുലസ്. ഓക്കെ, അപ്പോൾ ദിസ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, ഈ ഗാമ ടിൽഡ എന്ന് പറയുന്നത് യൂണിറ്റ് സ്പീഡ് റീപാരാമട്രൈസേഷൻ ആണ്. എന്ന് വെച്ചാൽ ഈ ആളുടെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് ഇവിടുത്തെ സ്പീഡ്, ഈ സാധനം റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് ടാൻജന്റ് വെക്ടറുടെ ലെങ്ത്തിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് സ്പീഡിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഈ വാല്യൂ നിങ്ങൾക്ക് എത്രയാണെന്ന് കിട്ടും, 1 ആണെന്ന് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് രണ്ട് ക്വാണ്ടിറ്റീസിന്റെ പ്രോഡക്റ്റ് 1 ആണെങ്കിൽ ഈ ക്വാണ്ടിറ്റി തീർച്ചയായിട്ടും എന്താണെന്ന് നിങ്ങൾക്ക് പറയാം, ഡി ഗാമ ബൈ ഡി ടി എന്ന് പറയുന്നത് നോൺ സീറോ വാല്യൂ ആണ് എന്ന് പറയാം. അതായത് നോമ എന്ന് പറയുമ്പോൾ ലെങ്ത് ആണല്ലോ ഉദ്ദേശിക്കുന്നത്, അത് നോൺ സീറോ എന്ന് പറഞ്ഞാൽ ആ ഡി ഗാമ ബൈ ഡി ടി എന്ന് പറയുന്ന ആള് തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കണം, നോൺ സീറോ ആയിരിക്കണം. കാരണം ലെങ്ത് ഒക്കെ എടുക്കുമ്പോൾ റൂട്ടും ഓരോരുത്തരുടെ സ്ക്വയർ ഈക്വൽ ടു 0 എന്നാണ് പറയുന്നത്. അപ്പൊ നോം നിങ്ങളുടെ ഫംഗ്ഷനിൽ നിങ്ങൾ നോമിന്റെ എന്താ പറയുക പ്രോപ്പർട്ടിയിലും പഠിച്ചു കാണും. അപ്പോൾ ഡി ഗാമ ബൈ ഡി ടി നോൺ സീറോ ആണ്, അഥവാ ഗാമ നിങ്ങൾക്ക് എന്താണെന്ന് കിട്ടും, റെഗുലർ കർവ് ആണെന്ന് കിട്ടും. ഇനി അടുത്ത കോൺവേഴ്സ്ലി നമ്മൾ സപ്പോസ് ചെയ്യാം എന്താണ്, ഗാമ ഒരു റെഗുലർ കർവ് ആണ് എന്ന് വെച്ചാൽ ഡി ഗാമ ബൈ ഡി ടി നോൺ സീറോ ആണ് ഫോർ ഓൾ ടി ബിലോങ്സ് ടു ആൽഫ ബീറ്റ. ഗാമ ആൽഫ ബീറ്റ എന്ന RNലേക്കാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫോർ ഓൾ ദാറ്റ് ടി ഇൻ ദാറ്റ് ഡൊമൈൻ ഡി ഗാമ ബൈ ഡി ടി ഈസ് നോൺ സീറോ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണോ, നമ്മുടെ ഇയാൾക്കൊരു യൂണിറ്റ് സ്പീഡ് റീപാരാമട്രൈസേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു, ഡി എസ് ബൈ ഡി ടി ആരാണ്, നോം ഓഫ് ഗാമ ഡോട്ട് ഓഫ് ടി ആണെന്ന് നമുക്കറിയാം. ക്ലിയർലി അത് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ്, കാരണം നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണെന്ന് പറയും. പക്ഷെ ഇവിടെ റെഗുലർ കർവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഒരു ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, ഇനി എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ കേട്ടോ, നമ്മുടെ ആർക്ക് ലെങ്ത് ഓഫ് ഗാമയാണ് സ്റ്റാർട്ടിങ് അറ്റ് എനി പോയിന്റ് ഓൺ ദി കർവ്. നമ്മളിപ്പോൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു എസ് ഒരു സ്മൂത്ത് ഫംഗ്ഷൻ ഓഫ് ടി ആണ്. ഇനി ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അതൊരു കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ അയാളുടെ ഡെറിവേറ്റീവ് നോൺ സീറോ ആണെങ്കിൽ ആ പോയിന്റിന്റെ ഒരു നൈബർഹുഡിൽ ഇയാൾക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇനി അങ്ങനെ വെറും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് മാത്രമല്ല, ആ ഇൻവേഴ്സും കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെ ആയിരിക്കും എന്ന് പറയുന്ന കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള തിയറമാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം. ഓക്കെ, അപ്പോൾ ആ ഇൻവേഴ്സ് തിയറം ഫംഗ്ഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എസ് ഒരു സ്മൂത്ത് ഫംഗ്ഷൻ ഓഫ് ടി ആണ്, എന്ന് വെച്ചാൽ എസ് ഒരു കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് ടി ആണെന്ന് പറയാം. എസ് എവിടുന്ന് എങ്ങോട്ടാണ്, ആൽഫ ബീറ്റയിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയാം. കൂടാതെ എസ് നോൺ സീറോവും കൂടി, എസ് അല്ല എസിന്റെ ഡെറിവേറ്റീവ് ഡി എസ് ബൈ ഡി ടി നിങ്ങൾക്ക് എന്തുമാണ്, നോൺ സീറോവും ആണ്. അപ്പൊ എസ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്, കൂടാതെ ഡി എസ് ബൈ ഡി ടി നോൺ സീറോ ആണ്. പ്രത്യേക ഒരു പോയിന്റിൽ നിന്ന് മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ കർവ് ഗാമ ഓഫ് ടിയുടെ ഡൊമൈനിൽ മൊത്തം തന്നെ ഇയാൾ നോൺ സീറോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് എക്സിസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് ഈ ഫംഗ്ഷന് ഈ ഇൻവേഴ്സ് എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ആള് എക്സിസ്റ്റ് ചെയ്യും. മാത്രമല്ല ആ എസ് ഇൻവേഴ്സും ഒരു സ്മൂത്ത് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇനി അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്നത്.
അപ്പൊ അങ്ങനെ എസ് ഇൻവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ എസ് ഇൻവേർട്ടിബിൾ എന്ന് പറയുമ്പോൾ എസ് ഒരു മാപ്പാണ്, ബൈജക്റ്റീവ് ആണ്. അപ്പൊ അത് നമ്മുടെ ഇത് പ്രകാരം ഇൻജക്റ്റീവും ആയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് പറയാം എസ് ആൽഫ ബീറ്റന്ന് ആറിലേക്ക് ഒരു ഇൻജക്റ്റീവ് മാപ്പാണെന്ന് പറയാം. അപ്പൊ അതിന്റെ ഇമേജ് എന്ന് പറയുന്നതും നമുക്ക് എന്തെന്നെയാണെന്ന് കിട്ടും, ഒരു ഓപ്പൺ ഇന്റർവെൽ തന്നെയാണെന്ന് കിട്ടും. അത് ഓപ്പൺ ഇന്റർവെൽ ആണെന്ന് കിട്ടാനൊരു കാരണമുണ്ട്. കാരണം എസിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എസ് ഇൻവേഴ്സും കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എസ് ഉണ്ട്, എസ് ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണ്. എസ് ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ എസ് ഓപ്പൺ മാപ്പ് ആണെന്ന് പറയാം. അപ്പോൾ എസ് ഓപ്പൺ മാപ്പ് ആയതുകൊണ്ട് ഇത് ഓപ്പൺ ഇന്റർവെല്ലിനെ എഗെയിൻ ഒരു ഓപ്പൺ ഇന്റർവെല്ലിലേക്ക് കൊണ്ടുപോകുള്ളൂ. അതിനെ നമ്മൾ ആൽഫ ടിൽഡ ബീറ്റ ടിൽഡ എന്ന് വിളിച്ചു. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് എസ് ഇൻവേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഇൻവേഴ്സ് മാപ്പ് ആൽഫ ടിൽഡ ബീറ്റ ടിൽഡയിൽ നിന്നും ആൽഫ ബീറ്റയിലേക്കുള്ള മാപ്പാണ്. ഇവിടെ ശ്രദ്ധിക്കുക, എസ് ആൽഫ ബീറ്റ ടു ആർ ഇൻജക്റ്റീവ് ആണ്. അതിന്റെ ഇമേജ് സെറ്റിലേക്ക് എടുക്കുമ്പോഴാണ് ഇത് ബൈജക്റ്റീവ് ആയിട്ട് മാറുന്നത്. അതാണ് നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ എസ് ഇൻവേഴ്സും നിങ്ങൾക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം പ്രകാരം എന്താണെന്ന് പറയാം, സ്മൂത്ത് ആണെന്ന് പറയാം. അപ്പൊ അങ്ങനെ സ്മൂത്ത് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈ ഈക്വൽ ടു എസ് ഇൻവേഴ്സ് ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുക ഗാമ ടിൽഡയാണ് നമ്മുടെ ഗാമയുടെ കറസ്പോണ്ടിങ് ആയ റീപാരാമെട്രൈസേഷൻ ഇത്തരത്തിൽ കൊടുത്താൽ മതി. ഗാമ ടിൽഡ ഓഫ് എസ് ഈക്വൽ ടു ഗാമ ഓഫ് ടി എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ആളെ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നമ്മൾ റീപാരാമെട്രൈസ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഡി ഗാമ ബൈ ഡി ടി എന്നുള്ളത് എന്താ വരിക എന്നുള്ളത് നോക്കാം. അപ്പൊ ഡി ഗാമ ബൈ ഡി ടി പറയുമ്പോൾ ഗാമ ടിൽഡക്കകത്ത് എസ് ഉണ്ട്, എസിനകത്ത് ആരുണ്ട്, ടി ഉണ്ട്. അപ്പൊ ഡി ഗാമ ടിൽഡ ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി ഈക്വൽ ടു ഡി ഗാമ ബൈ ഡി ടി ആണ് എന്ന് പറയാം. രണ്ട് സൈഡ് നോം എടുക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡി എസ് ബൈ ഡി ടി അബ്സല്യൂട്ട് വാല്യൂ ആണ് വരിക. അപ്പൊ ഈ രീതിക്ക് വരും. അപ്പോൾ ഡി എസ് ബൈ ഡി ടി ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ എന്ത് തന്നെ വരും, ഡി എസ് ബൈ ഡി ടി എന്ന് തന്നെ വരും. ഇനി നമുക്കറിയാം ഡി ഗാമ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ തിയറത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആരാ വരിക, ഡി എസ് ബൈ ഡി ടി ആണ്. അപ്പൊ അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പൊ ഡി എസ് ബൈ ഡി ടി നിങ്ങൾക്ക് നോൺ സീറോ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി അഥവാ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അയാൾക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ആ ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡും ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോം ഓഫ് ഡി ഗാമ ബൈ ഡി എസ് ഈക്വൽ ടു 1. അതായത് ക്യാൻസൽ ചെയ്ത് കളയാന്ന് പറയുമ്പോൾ നിങ്ങൾ ആക്ച്വലി ചെയ്യുന്നത് എന്താ, രണ്ട് സൈഡും ആ ക്വാണ്ടിറ്റിയുടെ ഇൻവേഴ്സ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇത് ഐഡന്റിറ്റി ആയിട്ട് പോകും അല്ലെ. അപ്പൊ ഇവിടെ 1 ആയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് ഗാമ ടിൽഡയുടെ ഗാമ ടിൽഡ റീപാരാമെട്രൈസേഷൻ ഓഫ് ഗാമയാണ്. അയാളുടെ ഡെറിവേറ്റീവിന്റെ നോം എന്ന് പറയുന്നത് 1 ആണ്, അഥവാ അത് യൂണിറ്റ് സ്പീഡാണ് എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഗാമേനെ നമുക്കൊരു യൂണിറ്റ് സ്പീഡ് പാരാമെട്രൈസേഷനാക്കി മാറ്റണമെങ്കിൽ ഓഫ് കോഴ്സ് ഗാമ റെഗുലർ ആയിരിക്കണം. അതുകൂടാതെ ആ റീപാരാമെട്രൈസ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ റീപാരാമെട്രൈസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. നിങ്ങൾ അതിനെ ആർക്ക് ലെങ്ത്തിന്റെ ടേംസിൽ റീപാരാമെട്രൈസ് ചെയ്താൽ മതി. അതായത് നിങ്ങൾ എസിന്റെ ടേംസിലേക്ക് ഈ നിങ്ങൾ നിങ്ങളുടെ സാധനത്തിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ